നമസ്കാരം ശ്രീകാന്ത് മോനെ. ഹരേ കൃഷ്ണ. ഞാനിതിൽ ഇപ്പോൾ ഈ വോയിസ് ഇടുന്നത് ഇവിടെ അടുത്തുള്ള എൻ്റെ വീട് തൃശ്ശൂർ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ ഒരു അനുഭവമാണ് അത്. ആ ചേച്ചി ആരോടും പറയില്ല, എന്നാലും ഞാൻ പറയാണ്. എനിക്കത് കേട്ടപ്പോൾ ഇന്നലെ ഞാൻ അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം സങ്കടമൊക്കെ തോന്നി. ചേച്ചി ഇവിടെ അടുത്ത് കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. അത് നമ്മുടെ സന്താന ഗോപാലകൃഷ്ണനായിട്ടാണ് ഇരിക്കുന്ന ഭഗവാനാണ്. അവിടെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പണികൾക്കും സത്താകത്തിനും എല്ലാ ചേച്ചിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു നടക്കുക. ആ ചേച്ചി ചെയ്ത് നടന്നിരിക്കുമ്പോൾ ഒരു രാവിലത്തെ ഒരു ഭക്ഷണം ചേച്ചിയുടെ മകൾക്ക് കൊടുത്തയച്ചതിന് അവിടെ പരാതി വന്നു. അങ്ങനെ ആ ചേച്ചിനെ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്കാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഗുരുവായൂർക്ക് ആളാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ചേച്ചി കുറേ ഓടി നടക്കണം അതിന് വേണ്ടി കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്നലെ ഞാൻ അറിഞ്ഞു ആ ചേച്ചിക്ക് ഗുരുവായൂരപ്പൻ്റെ കാൽക്കിൽ സോപാനത്തിൽ ജോലി റെഡി ആയിട്ട്. ചേച്ചിക്ക് സന്തോഷം. എന്നെ ഞാൻ വയ്യാണ്ടിരിക്കുന്ന ഒരു രോഗിയാണ്. 2 വർഷം കഴിഞ്ഞു. തീരെ കിടപ്പിലായിരുന്നു. ഇപ്പം പതുക്കെ കുറച്ച് നടക്കുന്നുണ്ട്. മരുന്നൊന്നും മേടിക്കാനൊന്നും ഒരു മാർഗമൊന്നുമല്ല. ഭഗവാനെ വിളിച്ചിരിക്കലാണ് എൻ്റെ പണി. അവർക്കറിയാം ഞാൻ എപ്പോഴും എനിക്ക് ഇത്തിരി ഒഴിവുള്ളപ്പോൾ ഞാൻ അപ്പോൾ ഗുരുവായൂർക്ക് വരണം തോന്നിയിരുന്ന ആളാണ്. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു അമ്പലനട കാണാൻ പറ്റില്ല. വീട്ടിലിരുന്ന് ഭഗവാനെ വിളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചേച്ചിയുടെ സന്തോഷം കൂടി കേട്ടപ്പോൾ എനിക്ക് വോയിസ് വിടണമെന്ന് ഭയങ്കര ആഗ്രഹമായി. എനിക്കും വേണ്ടിയൊന്ന് പ്രാർത്ഥിക്കണേ ശ്രീകാന്ത് മോനെ. എനിക്ക് ആരുമില്ലാത്തൊരമ്മയാണ് ഞാൻ. മക്കൾ 2 അവരൊന്നും നോക്കില്ല. ഞാൻ ഇവിടെ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു പാറയുടെ മുകളിൽ താമസം. പിന്നെ വേറെ ആരുമില്ല. അങ്ങോട്ട് ആരും കയറി വരുമൊന്നുമില്ല. മഴയായി തീരും വരില്ല. അങ്ങനെ ഇപ്പം എനിക്ക് പെട്ടെന്നൊരു മൈനർ അറ്റാക്ക് വന്നു. ഞാൻ എന്നിട്ട് ഇവിടെ അടുത്തുള്ള ഒരു കുട്ടിയെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നോക്കണം എന്നെ. അതും ഭഗവാന്റെ ഒരു തുണയെന്ന് പറഞ്ഞിട്ട് ഞാൻ സങ്കല്പിച്ചിരിക്കുകയാണ്. ഭഗവാനിലെല്ലാം അർപ്പിച്ചിട്ട് എനിക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കണേ. ഈ സന്തോഷം മോൻ തന്നെ വായിച്ച് കേൾപ്പിക്കണം എല്ലാവരെയും. എൻ്റെ പേര് ശ്രീജയ എന്നാണ്.